ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ട് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 4 ഏക്കർ സ്ഥലം പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. അതിനകത്ത് നമുക്ക് 20 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, 10 സെൻറ്റ് സ്ഥലമായിട്ട് അങ്ങനെ കൊടുക്കും, വീട് വേണമെങ്കിൽ വീട് വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെയാണ് എല്ലാവരും വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലേ? അതെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടുകളാണ് കൊടുക്കാനുള്ളത്. അതെ, അപ്പോൾ ഇത് പറമ്പിലോട്ടുള്ള കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ടാക്കുന്ന നമ്മളെ റോഡ് തന്നെ ഉണ്ട്. അതെ, പിന്നെ ഇത് നമുക്ക് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല അടിപൊളി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലോട്ടാണ്, ശാന്തമായ ഏരിയ ആണ്. അതൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക് ചുറ്റും മതിലെല്ലാം കെട്ടി അളന്ന് തിരിച്ച് ഇട്ടേക്കാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് 5 സെൻറ്റ് സ്ഥലമോ 10 സെൻറ്റ് സ്ഥലമോ അങ്ങനെ ആയിട്ടാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ 20 സെൻറ്റ് സ്ഥലം അങ്ങനെ ആയിട്ടും കൊടുക്കും. പിന്നെ അതല്ല മൊത്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് വീടൊക്കെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. നമുക്ക് ഇതിനകത്ത് നല്ല അടിപൊളി ഒരു പ്രോജക്റ്റ് കഴിഞ്ഞുണ്ട്. ഒരു വീട് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ പറമ്പിലോട്ടുള്ള മെയിൻ റോഡാണ് ഇപ്പോൾ നമ്മളെ പറമ്പിക്കുള്ളത്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 6 മീറ്റർ റോഡ് ഉണ്ടാവും, 5-6 മീറ്ററിൻ്റെ ഉള്ളിൽ റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് വലിയ വണ്ടികളൊക്കെ പറമ്പിൻ്റെ എല്ലാ പ്ലോട്ടിലോട്ടും ചെല്ലാൻ സൗകര്യത്തിനാണ് ഇപ്പോൾ നമ്മൾ വഴിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറമ്പിക്ക് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമുക്ക് ഇത് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്ററും പിന്നെ ഒടുവള്ളിത്തട്ട് ഇതിൻ്റെ അടുത്തുള്ള ടൗണുകളാണ്. ഒടുവള്ളിത്തട്ട് 6 കിലോമീറ്റർ, പിന്നെ ചുഴലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ, കുറുമാത്തൂരിൽ നിന്ന് 9 കിലോമീറ്റർ, പടപ്പേങ്ങാട് നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന നല്ല അനുയോജ്യമായ അടിപൊളി ഒരു പ്ലോട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു 300 മീറ്ററിൽ നമുക്ക് ബസ് റൂട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മൊത്തം നല്ല വെള്ളത്തിന്റെ എന്താ പറയാ, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ സൗകര്യവും കറണ്ടിന്റെ കണക്ഷൻ ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ, പോസ്റ്റ് പോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു വീടൊന്ന് കാണിച്ചു കൊടുക്കല്ലേ? അത് കാണിച്ചു കൊടുക്കാം. പണിയെല്ലാം തീർന്നിട്ടുള്ള ഒരു വീടാണത്. ഇപ്പൊ ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ് കാണുമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് പോയി കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ പ്ലോട്ടിക്കുള്ള വഴിയാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ള വഴിയാണ്. ഈ ഇവിടെ ഇപ്പുറത്തോട്ടൊക്കെ പ്ലോട്ടുകളുണ്ട്. അതേപോലെ തന്നെ കണ്ടോ, ഇതിപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടേക്കുക. അപ്പോൾ അങ്ങോട്ടൊക്കെ വണ്ടി പോകാൻ സൗകര്യത്തിന് നല്ല വീതിയുള്ള റോഡാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും കുറേ പ്ലോട്ടാക്കി ഇട്ടിട്ടുണ്ട്. അവിടേക്കും പോകാൻ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഈ വഴി നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ വീട്ടിലേക്കുള്ളതാണ്. ഇവിടെ തന്നെ അങ്ങോട്ടും വഴിയുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ഈ സ്ഥലം വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്ലോട്ടാണോ ഇഷ്ടപ്പെടുന്നത് ആ പ്ലോട്ട് അത് നമുക്ക് തെരഞ്ഞെടുക്കാം അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട എത്ര സെന്റ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തെരഞ്ഞെടുക്കാം. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീടും വെച്ച് തരും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. അപ്പൊ നമുക്ക് ഈ ഒരു ഇപ്പൊ നിലവിൽ ഒരു വീടുണ്ട്, അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് വണ്ടിക്കാട് മുറ്റത്ത് തന്നെ കൊണ്ടുപോയി നിർത്തിയിടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അത് എല്ലാ പ്ലോട്ടിലും അങ്ങനെ തന്നെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഇതിപ്പോൾ ഈ ഒരു വീടിരിക്കണ ഇതിപ്പോൾ ഒരു പ്ലോട്ടാണ്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 2 പ്ലോട്ടുണ്ട്. മൊത്തം എല്ലായിടത്തോട്ടും വഴി നല്ല ക്ലിയറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയ വണ്ടി വരാൻ സൗകര്യത്തിന് തന്നെ 5 മീറ്റർ 6 മീറ്റർ വീതിയിൽ തന്നെ മൊത്തം എല്ലായിടത്തും വഴി സൗകര്യം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വീടൊന്ന് കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നോക്കിയേ, ഇതിപ്പോൾ വീട് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു വീടാണ്, അത്യാവശ്യം വലിപ്പമുള്ള നല്ല വീടാണ്. പിന്നെ മിറ്റമൊക്കെ നല്ല സൗകര്യത്തിന് മിറ്റവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെടികളോ സാധനങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് നല്ല മിറ്റവും കാര്യങ്ങളൊക്കെ 2 സൈഡിലും 3 സൈഡൊക്കെ ചുറ്റുഭാഗവും മിറ്റവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ആക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. സിറ്റ് നല്ല സൗകര്യമുണ്ട്, അത്യാവശ്യം നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഈ അടുത്ത് എല്ലാ പ്ലോട്ടിലും വീടുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളായിരിക്കും. നല്ല രസമായിരിക്കും. അടുത്തടുത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുമായി. അപ്പം അങ്ങനെ നല്ല സൗകര്യമുണ്ട്. സ്ഥലമൊക്കെ നല്ല നിരപ്പായ സ്ഥലമാണ്, ചെരുവോ കുന്നോ ഒന്നും അല്ല. ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ
വീടിൻ്റെ നിലമൊക്കെ ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. പെയിൻറ്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. നിലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതാണ്. നിലമൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ, ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒതുങ്ങിയ പാകത്തെ വീടാണ്. പിന്നെ 2 റൂമുകളെല്ലാം ഉണ്ട്. ഇതാണ് ഒരു റൂം. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളി പുതിയ വീടായി, സൂപ്പർ വീടായി. ടൈലും കാര്യങ്ങളൊക്കെ നല്ല നല്ല ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. റൂമിനെല്ലാം ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഹാളിലോട്ട് വന്ന ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നല്ല സൗകര്യമുള്ള ഹാളാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഹാൾ വരുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ അടുക്കള ഭാഗം വരുന്നത്. അടുക്കള നല്ല സൗകര്യമുണ്ട്. ചെറിയ ഒരു പാകത്തെ, എന്താ പറയുക, ഒരു പാകത്തെ അടുക്കളയാണ് അല്ലേ. ഇതിനൊക്കെ നല്ല ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട്. റേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വിറകടുപ്പുണ്ട്. പാത്രമെല്ലാം സാധനങ്ങളൊക്കെ വെക്കാൻ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു തട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിറക് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് വിറകടുപ്പുണ്ട്. പാത്രം കഴുകാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ അതുപോലെ ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ പാതകമൊക്കെ നല്ല സൗകര്യമുള്ള പാതകമാണ്. ഇനിയിപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണിത്. എല്ലായിടത്തും നല്ല ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. അടുത്തൊക്കെ അവിടെയൊക്കെ വീടുകളുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ഇവിടെ എല്ലാ പ്ലോട്ടിലും ഇവിടെയൊക്കെ വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തോട്ടും കാണുകയും ചെയ്യാം, ആൾക്കാരായിട്ട് മുണ്ടിയും പറഞ്ഞ് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ പുറത്തോട്ടൊക്കെ നല്ല കാഴ്ച ഉണ്ട്. ഇനി നമുക്ക് നമ്മളെ മുറ്റത്തോട്ടൊക്കെ പോയി നോക്കാം. അവിടെ ഒരു കിണറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ കാണിച്ചു കൊടുക്കണം നമുക്ക്. ഇപ്പം നമ്മൾ വീടിൻ്റെ പുറകുവശത്താണുള്ളത്. നല്ല മണ്ണുള്ള ഏരിയ ആണ്. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളെ വാഴയൊക്കെ കൊലച്ചിക്കണുണ്ടല്ലേ. പിന്നെ തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കണാണ്. അതിൽ ഈ ഒരു പ്ലോട്ടിനോട് തൊട്ട് ചാരിയുള്ളതാണ് ഈ ഒരു, ഇതിപ്പോൾ ഏകദേശം ഒരു 25 സെൻറ്റ് ഉണ്ടാവും. 25 സെൻറ്റ് സ്ഥലം ഈ വീടും. അതെ. അപ്പോൾ ഇതിൽ നോക്കി ഒരു 5-8 തെങ്ങുണ്ട്, നല്ല കായ്ക്കുന്ന തെങ്ങ്. അതുപോലെ പ്ലാവ്, കൊടുമ്പുളി, മാവ്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കിണറാണ്. കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. ഏത് സമയത്തും ഇതുപോലെ വറ്റാത്ത വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഈ വെള്ളം സ്ഥിരം ഉണ്ടാവും. ഇതിപ്പോൾ ഇച്ചിരി താഴെയാണ്, പക്ഷെ അത് വറ്റില്ല. ഇതിപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മൊത്തം 20 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടിനും ചോദിക്കുന്നത് മൊത്തം 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 20 സെൻറ്റ് സ്ഥലവും കിട്ടും, പിന്നെ ഈ ഒരു വീടും. അതെ, എല്ലാ പണിയും കഴിഞ്ഞാണ്, ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞ നല്ല അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഒരു കച്ചവടമൊക്കെ അല്ല, അപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് മാക്സിമം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മേടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്ലോട്ട് ആക്കിയിട്ടതിൽ 2 സൈഡിൽ വഴി വരുന്നതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത്. പിന്നെ അല്ലാതെ ചില സ്ഥലങ്ങളിലേക്ക് ഒരു വഴി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഉണ്ടല്ലേ, ഇതിപ്പോൾ നമ്മളെ വീടിനോട് ചാരിയുള്ള ഈ ഒരു പ്ലോട്ടിന് 60,000 രൂപയാണ് സെൻറ്റിന് വില വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇതിൽ വഴിയുണ്ട്, പിന്നെ നമുക്ക് അപ്പുറത്ത് കൂടെയും വഴിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ കാണും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണെങ്കിലും കണ്ണൂർ റെയിൽവേയിലോട്ട് ഏകദേശം ഒരു 40 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സ്ഥലം നല്ല അടിപൊളി പ്ലോട്ടാണ്. മൊത്തം 4 ഏക്കർ സ്ഥലമാണ്. ഇപ്പോൾ അതിനകത്ത് പ്ലോട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്.
2 റോഡുള്ളതിന് 60,000 രൂപ സെൻറ്റിന്, മറ്റേ ഒറ്റ റോഡ് മാത്രമുള്ളതിന് 50,000 സെൻറ്റിന്. പിന്നെ നമ്മളെ പുറകിൽ കാണുന്ന വീടിന് 20 സെൻറ്റ് സ്ഥലവും വീടിനും കൂടി അവരിപ്പോൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. അപ്പോൾ ഇതിനകത്ത് 5 സെൻറ്റോ 10 സെൻറ്റോ അതല്ല 20 സെൻറ്റോ അങ്ങനെ കുറച്ചായിട്ട് എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരോ അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഈ ഒരു പ്ലോട്ട് മൊത്തം 4 ഏക്കറും എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക അതേപോലെ 5 സെൻറ്റ് 10 സെൻറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്ന കുറേ ആൾക്കാർ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നതും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.